ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു സിനിമ മലയാളി. ഇന്ന് 4 സിനിമകളാണ്. ഐ ആം വെരി എക്സൈറ്റഡ്. കാരണം വളരെ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെയുള്ള 4 സിനിമകളാണ്. അതിൽ 3 സിനിമ തിയേറ്ററിൽ പോയി കണ്ടാണ്, ഒരു സിനിമ HBO മാക്സിൽ കണ്ടതാണ്. ഒരു സിനിമ ഇതിൽ ഓസ്കർ നോമിനേഷൻ ഉള്ളതുമാണ്. അപ്പോൾ അത് കണ്ട രീതിയിൽ അതേ ഓർഡറിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഹോപ്പ് യു ഓൾസോ ഹാഡ് വാച്ച് സം മൂവീസ്. അത് നിങ്ങൾക്ക് കമൻറ്റിൽ ഷെയർ ചെയ്യാം. ആദ്യത്തെ സിനിമ ഓസ്കർ നോമിനേഷനുള്ള സിനിമയാണ്, നിക്കൽ ബോയ്സ്. അപ്പോൾ ഈ സിനിമ ഒരു എന്താ പറയുക, ദുർഗുണ പരിപാലന പാഠശാല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കറക്ഷണൽ ഒരു സ്കൂള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നിക്കൽ അക്കാഡമി എന്നുള്ള ഇതൊരു ഫിക്ഷണൽ കഥയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു റിയൽ സ്റ്റോറി ഉണ്ട്. ഫ്ലോറിഡ ഭാഗത്ത് ഒരു കാലത്ത് ഇങ്ങനത്തെ ഒരു സ്കൂൾ ഉണ്ടാവുകയും അവിടെ വെച്ച് കുട്ടികൾക്ക് മോശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുകയും ഒക്കെ ആയിട്ടുള്ളൊരു ദർ ഇസ് എ റിയൽ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാസ് ഹാപ്പൻ. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയൊരു പുസ്തകത്തിൽ നിന്നും അത് ആസ്പദമാക്കി എടുത്തൊരു സിനിമയാണ്. ആ സിനിമയുടെ തിയേറ്ററിൽ നിന്ന് കണ്ടാണ് ദ ചാലഞ്ച് ഐ ഹാഡ് വിത്ത് ദാറ്റ് മൂവി. സിനിമ ഓസ്കർ വേദിയൊക്കെ ആകുമ്പോൾ തന്നെ എനിക്കത് കാണുമ്പോൾ അതിനൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നിയത്, അതൊരു ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ടിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അതായത് എപ്പോഴും ഒരു ഷെയ്ക്കിംഗ് ക്യാമറയാണ്. അതായത് ഒരാളുടെ കണ്ണിൽ കൂടെ കാണുന്ന രീതിയിലാണ്. 2 മെയിൻ ക്യാരക്ടേഴ്സാണുള്ളത്. ഇടയ്ക്ക് ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ കണ്ണിൽ കൂടിയാണ് ആ മൊത്തം സിനിമ. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു 10-30 മിനിറ്റ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എനിക്കത് സ്ക്രീൻ കുറച്ച് ഷെയ്ക്കിംഗ് ഒക്കെ ആയിട്ട് തോന്നി. ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു, ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് എനിക്കുണ്ടായിരുന്നത് കാണുന്നത്. പക്ഷെ സിനിമ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് മൈ തോട്ട് പ്രോസസ്, അതായത് ഇങ്ങനത്തെ സിനിമയിൽ, അതായത് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അങ്ങനത്തെയൊക്കെ സിനിമകൾ കാണുമ്പോൾ വളരെ സുഖമായിട്ട് കാലൊക്കെ നീട്ടി റിക്ലൈനറിൽ ഇരുന്ന് രസമായിട്ട് കാണുന്നതിന് പകരം കുറച്ച് എഫേർട്ട് എടുത്തിട്ട് അവരനുഭവിക്കുന്ന ആ ഫ്ലൈറ്റിൽ കൂടെ നമ്മളും പോകുന്ന മാതിരി ആക്കിയെടുക്കണം, ആ എക്സ്പീരിയൻസ് എടുക്കണം. സോ സിനിമ വ്യൂയിങ് എക്സ്പീരിയൻസ് ഷുഡ് നോട്ട് ബി ദാറ്റ് കംഫർട്ടബിൾ. ഇറ്റ് ഹാസ് ടു ബി എ ബിറ്റ് അൺകംഫർട്ടബിൾ ഫോർ യു ടു റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മൂവി എന്നുള്ളതായിരിക്കാം എന്നുള്ളത് എനിക്ക് തോന്നിയതാണ്. പക്ഷെ എനിക്കെന്തോ ഈ ഫസ്റ്റ് പേഴ്സൺ ഇതിൽ ക്യാമറ വെച്ചിട്ട്, അതായത് അല്ല മെയിൻ ക്യാരക്ടറിൻ്റെ കണ്ണുകളിലൂടെ ഇത് കാണുന്ന മാതിരി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോർ സം റീസൺ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. സോ ഐ ഫൗണ്ട് ഇറ്റ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു വാച്ച് ദാറ്റ് മൂവി ടുവേർഡ്സ്. പക്ഷേ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സ്കൂളുകളിൽ യാതൊരു രീതിയിലുള്ള എന്താ പറയുക, എല്ലാ രീതിയിലുള്ള ലോലെസ്നെസ്സും, കുട്ടികളെ അവരുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ നിന്നും മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത് ടു ആക്ച്വലി കറക്റ്റ് ദം. പക്ഷെ അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് ദ്രോഹം ചെയ്യുന്ന മാതിരിയായിരിക്കുന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് it's a very important story or very important topic to be discussed, but I wish the movie wouldn't have been made in the first person narrative എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആ പുസ്തകം അങ്ങനെയായിരുന്നു എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എനിവേ ദാറ്റ്സ് മൈ പേഴ്സണൽ തോട്ട്. നിക്കൽ ബോയ്സ് ആണ് തിയേറ്ററിൽ പോയി കണ്ടത്. അടുത്ത സിനിമ വൺ ഓഫ് ദം ഡേയ്സ് എന്നുണ്ട്. 2025 ഇറങ്ങിയ സിനിമയാണ്, ഈ വർഷം ഇറങ്ങിയതാണ്. ഒരു ഫീമെയിൽ ബഡി കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2 പെൺകുട്ടികൾ അവർ തമ്മിലുള്ള കഥയാണ്. അപ്പോൾ ബഡി കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സുഹൃത്തുക്കൾ ഒരു തമാശയൊക്കെ ആയിട്ടുള്ള ഇവരുടെ ഒരു ദിവസത്തെയാണ് ഇവരുടെ കഥ. ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവരെ പുറത്താക്കാൻ പോവുകയാണ്. കാരണം ഇവർക്ക് കൊടുക്കാൻ റെൻറ്റില്ല. അതിൽ ഒരു പെൺകുട്ടി ഒരു ഡൈനറിൽ, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട് വെയിറ്ററായിട്ട്. മറ്റേ കുട്ടി ഒരു പെയിൻറ്ററാണ്, ഒരു ആർട്ടിസ്റ്റാണ്. 2 പേർക്കും പൈസയൊന്നുമില്ല. അപ്പോൾ അതിൽ വെയിറ്ററായിട്ടുള്ള കുട്ടിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്.
റെൻറ്റിനുള്ള പൈസ ആർട്ടിസ്റ്റ് പെൺകുട്ടി അതിൻ്റെ ബോയ് ഫ്രണ്ടിന് കൊണ്ട് കൊടുത്തു. ആ പൈസ ആ വഴിക്ക് പോയി. അപ്പോൾ വൈകുന്നേരത്തേക്ക് പൈസ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ള ബേജാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കുറേ പ്രശ്നങ്ങളും സാധനങ്ങളും മിസ്റ്റെപ്സും സംഭവമൊക്കെ ആയിട്ട് ഒരു എൻ്റർടൈനിങ് കോമഡി സിനിമ, പ്രത്യേകിച്ച് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ബട്ട് അറ്റ് ദ സെയിം ടൈം ആൾക്കാർക്ക് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പെയ്ഡേ, അതായത് നമുക്ക് ശമ്പളം കിട്ടുന്ന ദിവസം ആ ചെക്ക് കൊടുത്തിട്ട് ഇപ്പോൾ $1000 കിട്ടുന്നുണ്ടെങ്കിൽ $1000 കുറച്ച് പൈസ മാറ്റിയിട്ട് വേറൊരു പൈസ നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ലോൺ ഇങ്ങനെ എടുക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അത് പെയ്ഡേ നമ്മളുടെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കടം മേടിക്കുക. അപ്പോൾ അതിനൊക്കെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പം ബുദ്ധിമുട്ടുള്ളവർക്ക്, ഫൈനാൻഷ്യലി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് ഉന്തിത്തള്ളി വിടുന്ന ചില സിസ്റ്റംസും ചുറ്റുമുണ്ട് എന്നുള്ളത്, ആ ഒരു യാഥാർത്ഥ്യം വളരെ കോമിക്കലായിട്ട് അത് ഈ സിനിമയുടെ ഭാഗമായിട്ട് ത്രൂ 2 friends who are going through a tough time ആൻഡ് ഫൈനലി ഒക്കെ കൂടി നന്നായി വരും കേട്ടോ. സോ ദാറ്റ്സ് ദ ഡോണ്ട് വെറി ദാറ്റ് കോമഡി സിനിമയുടെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അവസാനം അത് നമ്മൾ എവിടെ ഇല്ലാണ്ട് അങ്ങനെ ഇടുകയല്ല ചെയ്യുക. ഇറ്റ് ഫൈനലി ഹാസ് എൻ എൻഡിങ് ദാറ്റ് മുന്നോട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എൻഡ് ചെയ്യാം സിനിമ എന്നുള്ളതാണ്. ദാറ്റ് വാസ് ഓൾസോ ഇൻ തിയേറ്റർ. ഐ ലൈക്ക് ദ മൂവി, ഇറ്റ് വാസ് എൻ്റർടൈനിങ്. മൂന്നാമത്തെ സിനിമ ഞാൻ HBO Max കണ്ടതാണ്. അപ്പോൾ ഈ സിനിമയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണ് അതിൻ്റെ പ്രത്യേകത. ജൂറർ നമ്പർ 2, രണ്ടാമത്തെ ജൂറർ. അപ്പോൾ ജൂറി സിസ്റ്റത്തിൽ ആൾക്കാർ ജൂറേഴ്സ് ഉണ്ടാവില്ല, അതിൽ രണ്ടാമത്തെ നമ്പർ 2 ജൂററിൻ്റെ, അങ്ങനെയാണ് ജൂറർ നമ്പർ 2 എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് അറിയാലോ, ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. അതായത് 93 വയസ്സോ അങ്ങനെ എന്തുകൊണ്ട് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് അപ്പോഴും സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ഹി മൈറ്റ് സ്റ്റിൽ കണ്ടിന്യൂ മേക്കിംഗ് അനദർ മൂവി എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു പ്രത്യേകതയാണ് ഈ ജൂറർ നമ്പർ 2. മാത്രമല്ല ദ മൂവി ഹാസ് എ പ്രിറ്റി ഗുഡ് റേറ്റിംഗ്. അപ്പോൾ ജൂറി സിസ്റ്റത്തിൽ ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ജൂറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരിൽ നിന്നും വിളിച്ചു കൊണ്ടുവരിക. അപ്പം ഇപ്പോൾ നമുക്കൊക്കെ വരും ജൂറീൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ജൂറീൻ്റെ റിക്വസ്റ്റ് വരും ജൂറിയിൽ. അപ്പോൾ നമുക്ക് പോകണം, ജൂറി ആവണം എന്നുള്ളതൊക്കെ. സിറ്റിസൺസ് ആണെങ്കിൽ യു ഹാവ് ടു ബി എ ജൂറി. അങ്ങനെ ഒരു മർഡർ കേസിൻ്റെ ഒരു വർഷം മുമ്പ് നടന്നൊരു ഇതിൽ ഒരാളെ പിടിച്ചിട്ടുണ്ട്. അയാളെ കുറ്റവാളിയാണോ അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ജൂറേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇതിലിപ്പം കുറ്റവാളിയാണോ തെളിയിക്കുന്ന സമയത്ത് ഈ ജൂററായിട്ട് വിളിച്ചു കൊണ്ടുവന്ന ഒരാൾ ഇതിൻ്റെ ഈ കുറ്റം ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്നുള്ളത്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ ജൂറർ നമ്പർ 2 സംശയമുണ്ട്, ഈ കൊലപാതകം ശരിക്കും ഞാനാണോ ചെയ്തത് എന്നുള്ളൊരു സംശയം ജൂറർ നമ്പർ 2 ഉണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ പറയുക, കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊട്ടൻഷ്യലി ഗിൽട്ടി അല്ലാത്ത, കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരാളെ ആയിരിക്കും ചിലപ്പോൾ ശിക്ഷിക്കുക എന്നുള്ളൊരു ധാരണ ജൂറർ നമ്പർ 2 ഉണ്ട്. പക്ഷെ അയാൾ കാര്യം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ജയിലിൽ പോവുകയും ചെയ്യും. എങ്ങനെയാണ് ഈ മോറൽ ഡിലേമ അയാൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഐ തിങ്ക് അത് ഭയങ്കര പ്രൊമൈസാണ്. ധാരാളം സിനിമകൾ ജൂറി ട്രയലിനെ കുറിച്ചും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ ജൂറിൻ്റെ ഉള്ളിൽ യഥാർത്ഥ കുറ്റവാളി ഉണ്ടാകുന്നൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതൊരു മോറൽ ഡിലേമ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് യു ഷുഡ് വാച്ച് ദ മൂവി. ദർ ഇസ് സസ്പെൻസ്, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ടു ഇറ്റ്. ആദ്യം തന്നെ ഇയാളാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുമ്പോഴേക്കും ആ സിനിമയുടെ ഒരു ഒഴുക്ക് ഈ സംശയത്തിൽ നിന്നും വരുന്നൊരു സംഭവമാണ്. അതിലെന്ത് ഡിസിഷൻ ആ ജൂറർ എടുക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടും എന്നും അറിയുകയാണ്, കുറ്റവാളി ഞാനാവാൻ സാധ്യതയുണ്ടെന്ന് അറിയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ മൊത്തം സാധനത്തിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ് ഇസ് HBO Maxലാണ്. എനിക്കത് കഴിഞ്ഞ ഡിസംബറിൽ വന്ന സിനിമയാണ്. ഇറ്റ്സ് നോട്ട് എൻ ഓൾഡ് മൂവി, ലാസ്റ്റ് ഇയർ റിലീസായ സിനിമയാണ്. അടുത്ത സിനിമ എഗെയിൻ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. കമ്പാനിയൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു സൈഫൈ ത്രില്ലർ, കുറച്ച് കോമഡി ഒക്കെ കൂടിയിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഉള്ളൊരു സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ യു മൈറ്റ് നോട്ട് തിങ്ക് ദിസ് ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഈ സിനിമ കാണണോ കണ്ടേ എന്നുള്ളത് ഐ വാസ് ഇൻ എ ഡബിൾ തോട്ട്. കാരണം
ട്രെയിലർ ഡിഡ് നോട്ട് എക്സൈറ്റ് മീ ടു ബി ഓണസ്റ്റ്. പക്ഷേ ആ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ചില എന്താ പറയുക റേറ്റിങ്സൊക്കെ, ക്രിട്ടിക് റേറ്റിങ്സൊക്കെ ഭയങ്കര ഹൈ. അത് കാരണം പ്രീ റിലീസായിട്ട് കണ്ട ആൾക്കാരൊക്കെ വളരെ ഗംഭീരമായിട്ട് സിനിമയെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി കണ്ടു. അതിൻ്റെ ഒരു പ്രൊമൈസ് അഗെയിൻ പറയുകയാണെങ്കിൽ, അതായത് ഫ്യൂച്ചറിലാണ് നിർമ്മിത ബുദ്ധിയൊക്കെ വളരെ ഇതായിട്ട് നമുക്ക് കമ്പാനിയനായിട്ട് ഒരു റോബോട്ടിനെ ഇതാക്കുക. അത് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്യുക, ഐസ് കളറ്, അതിൻ്റെ ഇൻ്റലിജൻസ്, അതിൻ്റെ അഗ്രഷൻ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ വരുന്നൊരു കമ്പാനിയനായിട്ട് ഒരാൾക്ക് ഒരു ഐറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ കമ്പാനിയൻ റോബോട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ്. ദാറ്റ് മേക്സ് us ഓൾസോ ലുക്ക് അറ്റ് വാട്ട് ഈസ് ബീയിങ് എ ഹ്യൂമൻ, വാട്ട് ഈസ് ഫീലിംഗ്, ഇമോഷണൽ എന്താണ്, അറ്റാച്ച്മെൻറ്റ് എന്താണ്, ആരൊക്കെയാണ് റൈറ്റ്സ്. നിയമം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമാണോ അതോ ഒരു കാലത്ത്, അപ്പം നിയമമൊക്കെ കുറേ കാലത്ത് കൂടിയാണ് നമ്മൾ പല കാര്യങ്ങളും ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച് വന്നത്. ഒരു കാലത്ത് കുട്ടികൾക്ക് വലിയവരെ മാതിരി വേദന അറിയില്ല എന്ന് പൊതുവായിട്ട് മനസ്സിലാക്കി ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആനിമൽസിന് വേദന ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് കുറേ കാലം. അല്ലെങ്കിൽ ആനിമൽസിൻ്റെ വേദന നമ്മളെ വേദന മാതിരി അല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ റോബോട്ട്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റോബോട്ട്സ് ഉണ്ടാകും ജീവനുള്ള സംഭവമല്ല. നമ്മൾ ഈ ജീവൻ എന്താണ് എന്നുള്ളൊരു ഒരു ഒരു ചിന്തയൊക്കെ നമ്മളിലൂടെ കൊണ്ടുവരുന്നൊരു സിനിമയും കൂടിയാണ്. ഐ തിങ്ക് ദിസ് ഇസ് എ മൂവി ദാറ്റ് യു ഷുഡ് വാച്ച്, ബിക്കോസ് നമുക്ക് ഇൻ ഫ്യൂച്ചർ വരുന്ന സിനിമകളിൽ ഒരു കഥാപാത്രമായിട്ട് റോബോട്ടുകൾ, ഈവൻ ദോ റിയൽ ആൾക്കാരാണ് അഭിനയിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു റോബോട്ടാണ്. സൈഫൈ സിനിമകളിൽ പലപ്പോഴും ഒരു 4 കഥാപാത്രം ഉണ്ടെങ്കിൽ അതിലൊരു കഥാപാത്രം ഒരു മറ്റ് പ്ലാനറ്റിൽ നിന്നോ അല്ലെങ്കിൽ റോബോട്ടൊക്കെ ആയിട്ടുള്ള സിനിമകൾ ധാരാളം വരുന്നുണ്ട്. അപ്പം ബട്ട് ഇതിൽ ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് മനുഷ്യനെ പോലെ തന്നെയാണ്. നമ്മൾ റോബോട്ടിനും മനുഷ്യനും തുല്യമായ അവകാശങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുകയും ചില സന്ദർഭങ്ങളിൽ ആ റോബോട്ടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചെയ്തത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻ കൂടെ നമ്മൾ എത്തിക്കുന്ന ഒരു സിനിമയും കൂടെയാണ്. സോ കമ്പാനിയൻ കാണുക. ഐ തിങ്ക് ഇഫ് ഐ വോണ്ട് ടു റേറ്റ് ഓൾ ദീസ് മൂവീസ്, എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഐ വുഡ് ബേസിക്കലി ആസ്ക് യു ടു വാച്ച് കമ്പാനിയൻ. എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. എൻ്റെ ഒപ്പീനിയൻ ആയതുകൊണ്ട് എല്ലാവർക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ബട്ട് ദാറ്റ് വുഡ് ബി മൈ ടോപ്പ് റേറ്റഡ് മൂവി ഇൻ ദിസ് 4. I'll see you all next week, and till then share your comments, and ആർക്കെങ്കിലും ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്, സിനിമകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് ഓൺ വാട്സാപ്പ്. ഇഫ് യു ഹവ് നോട്ട് സബ്സ്ക്രൈബ്ഡ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.